തൃശൂർ ഇരിങ്ങാലക്കുട പടിയൂർ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി പ്രേംകുമാറിന്റെ മൃതദേഹം തിരിച്ചറിഞ്ഞ് തൃശൂർ റൂറൽ പോലീസ്. ഉത്തരാഖണ്ഡിലെ കേദാർനാഥിൽ ആണ് പ്രേംകുമാർ മരിച്ചത്. DNA ടെസ്റ്റിനുള്ള സാമ്പിൾ പോലീസ് ശേഖരിച്ചു. ലെവിൻ കെ വിജയൻ ചേരുന്നു വിവരങ്ങളുമായി. ലെവിൻ, ഇയാളുടെ മൃതദേഹം എപ്പോഴായിരിക്കും നാട്ടിലേക്ക് കൊണ്ടുവരിക? ഇത് പ്രേംകുമാർ ആണെന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഏതായാലും ലഭ്യമായിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴായിരിക്കും മൃതദേഹം നാട്ടിൽ എത്തിക്കുക? ലക്ഷ്മി, പ്രേംകുമാറിന്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. മൃതദേഹം ഏറ്റെടുക്കാൻ താല്പര്യമില്ലെന്ന് പ്രേംകുമാറിന്റെ ബന്ധുക്കൾ, കോട്ടയത്തുള്ള ബന്ധുക്കൾ കാട്ടൂർ പോലീസിനെയും അതോടൊപ്പം തന്നെ കേദാർനാഥ് പോലീസിനെയും അറിയിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ കഴിഞ്ഞ ദിവസം ഇരിങ്ങാലക്കുട തൃശൂർ റൂറൽ പോലീസിന്റെ സംഘമെത്തി മരിച്ചത് പ്രേംകുമാർ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. DNA പരിശോധനയ്ക്ക് വേണ്ടിയുള്ള സാമ്പിൾ ശേഖരണവും പോലീസ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ മൃതദേഹം എന്ത് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ പിന്നീടുള്ള തീരുമാനമെടുക്കുന്നതിനായി കാട്ടൂർ പോലീസ് ബന്ധുക്കളെ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ മകനും മകളും അറിയിച്ചത് പിതാവിൻ്റെ മൃതദേഹം ഏറ്റെടുക്കുന്നതിൽ താല്പര്യമില്ല എന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഉത്തരാഖണ്ഡ് പോലീസ് അവിടെ മൃതദേഹം കേദാർനാഥിൽ വെച്ച് തന്നെ സംസ്കരിക്കാനുള്ള ഒരു ആലോചനയാണ് നടക്കുന്നത്. അന്തിമമായ സ്ഥിരീകരണവും തീരുമാനവും ഇക്കാര്യത്തിൽ എടുത്തിട്ടില്ല. എങ്കിലും 3 കൊലപാതകങ്ങൾ നടത്തിയ പ്രതിയുടെ അല്ലെങ്കിൽ പ്രേംകുമാറിൻ്റെ മൃതദേഹം ഏറ്റെടുക്കാൻ താല്പര്യമില്ലെന്ന് ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ട്. ഇതോടുകൂടി കേരള പോലീസിൻ്റേതായിട്ടുള്ള അന്വേഷണവും അതോടൊപ്പം തന്നെ ഈ നടപടികളും പൂർത്തീകരിച്ച് അവർ തിരികെ മടങ്ങാൻ ഉദ്ദേശിക്കുകയാണ്. ഡൽഹിയിലും ഡെറാഡൂണിലും നേരത്തെ പ്രേംകുമാറിനെ തിരഞ്ഞുകൊണ്ട് വിവിധ സ്ക്വാഡുകളെ തൃശൂർ റൂറൽ പോലീസ് അയച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാം തിരികെ വിളിക്കുകയാണ്. അങ്ങനെ ഏറെ വിവാദമായ അല്ലെങ്കിൽ രണ്ടുപേരെ കൊലപ്പെടുത്തി രക്ഷപ്പെട്ട പ്രതിയെക്കുറിച്ചുള്ള അന്വേഷണവും ഇവിടെ അവസാനിക്കുകയാണ്. മെയ് 4-നാണ് രേഖയെയും അമ്മ മണിയെയും മരിച്ച നിലയിൽ വീട്ടിൽ കണ്ടെത്തുന്നത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഫോറൻസിക് തെളിവെടുപ്പിലൊക്കെ രേഖയുടെ 2ാം ഭർത്താവായിട്ടുള്ള പ്രേംകുമാറാണ് കൊല നടത്തിയതെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. ഇതിന് പിന്നാലെ തന്നെ ഇയാളെ ഒളിവിൽ പോയ ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പോലീസ് ആരംഭിച്ചിരുന്നു. രാജ്യവ്യാപകമായി പ്രത്യേക സ്ക്വാഡുകൾ അയച്ചുകൊണ്ടുള്ള പരിശോധനകളാണ് നടത്തിയത്. പ്രേംകുമാർ വീട്ടുകാരുമായി, അതായത് മകളും പ്രായപൂർത്തിയായ ഒരു മകളും മകനുമാണ് ഏറ്റവും അടുത്ത ബന്ധുക്കളായി പ്രേംകുമാറിനുണ്ടായിരുന്നത്. ഒളിവിൽ കഴിഞ്ഞു വരുന്നതിനിടെ ഇയാൾ പല സ്ഥലങ്ങളിൽ നിന്നും ഈ മകളെയും ബന്ധുക്കളെയും ഫോണിൽ വിളിച്ച് ഇനിയൊരു മടക്കമില്ല എന്ന് ഇവരെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ വരുമ്പോൾ പോലീസിന് കൃത്യമായ സൂചനകൾ ഉണ്ടായിരുന്നു. ഇയാളുടെ ബന്ധുക്കളടക്കം പോലീസിന്റെ സർവൈലൻസിലായിരുന്നു. അതോടൊപ്പം തന്നെ ഇയാൾ കോൺടാക്ട് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ പോലീസ് എത്തപ്പെടുകയും ചെയ്തു. അങ്ങനെ വരുമ്പോൾ പിടികൂടാൻ പോലീസ് തൻ്റെ പിന്നാലെയുണ്ട് എന്ന് മനസ്സിലാക്കി പിടിയിലാകുമെന്ന് ഉറപ്പുള്ളതോടുകൂടി ഇയാൾ കേദാർനാഥിലെത്തി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. മുൻപ് 2019-ൽ ആദ്യ ഭാര്യ വിദ്യയെ കൊലപ്പെടുത്തിയപ്പോൾ ഇയാൾ 6 മാസത്തിന് ശേഷമാണ് പോലീസ് പിടിയിലാകുന്നത്. അതിനിടയിൽ ഇങ്ങനെ ഒളിവിൽ പോയ പ്രതി താൻ മരിച്ചുവെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഈ ഒരു സാഹചര്യം ഇത്തവണയും ഉണ്ടാകാൻ ഇടയുണ്ടെന്നുള്ളൊരു സംശയം പോലീസിനുണ്ടായിരുന്നു. പക്ഷേ അതിന് മെനക്കിടാതെ നിൽക്കാതെ പ്രതി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. കേദാർനാഥിൽ വെച്ച് ഇയാളുടെ ആധാർ രേഖകൾ തിരിച്ചറിഞ്ഞ് കോൺടാക്ട് നമ്പർ വഴി കേദാർനാഥ് പോലീസ്, അതായത് ഉത്തരാഖണ്ഡ് പോലീസ് ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു. കോട്ടയം ഇത്തിത്താനം സ്വദേശിയാണ് പ്രേംകുമാർ. 2019-ൽ കൊലപാതകം നടത്തി. അന്ന് കൊലപാതകം നടത്തിയത് കോളേജ് റിയൂണിയനിൽ പരിചയപ്പെട്ട പഴയ സുഹൃത്തുമായി ഒന്നിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയാണ്. ആദ്യ ഭാര്യ വിദ്യയെ ഇത്തരത്തിൽ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി തിരുവനന്തപുരത്ത് വെച്ച് കൊല നടത്തി തമിഴ്നാട്ടിൽ കൊണ്ട് മൃതദേഹം ഒളിപ്പിച്ചത്. അങ്ങനെ ഏറെ പ്രമാദമായ കേസിൽ ജാമ്യത്തിലിറങ്ങി ആണ് രേഖയുമായി പരിചയപ്പെടുന്നത്. രേഖയുമായി ഉണ്ടായ കുടുംബ പ്രശ്നങ്ങളും തുടർന്നാണ് 2ാമതും കൊലപാതകം നടത്തിയത്. രേഖയെയും അമ്മയെയും കൊലപ്പെടുത്തി പ്രതി രക്ഷപ്പെടുകയും പോലീസ് പിന്നാലെ എത്തുന്നതെന്നറിഞ്ഞ് ആത്മഹത്യ ചെയ്യുകയുമായിരുന്നു. ലക്ഷ്മി, എന്തായാലും ഈ കേസിലെ പ്രതി ഇപ്പോൾ മരണപ്പെട്ട പ്രേംകുമാറിന്റെ മൃതദേഹം ഏറ്റെടുക്കുവാൻ ബന്ധുക്കൾ ഒരുക്കമല്ല എന്നറിയിച്ചിരിക്കുകയാണ്. ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.